ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ചെയ്ത ഒരു MTB ട്രാക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് MTB ട്രാക്ക്. ഇവിടെ നിന്ന് രണ്ടായിട്ട് തിരിയും, ഒരെണ്ണം ലെഫ്റ്റിലോട്ട്, ഒരെണ്ണം റൈറ്റിലോട്ട്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയിട്ട് വീണ്ടും രണ്ടായിട്ട് തിരിയും. ഇവിടെ വെച്ച് രണ്ടായിട്ട് തിരിയും, ഒരെണ്ണം ലെഫ്റ്റിലോട്ട്, ഒരെണ്ണം റൈറ്റിലോട്ടും. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം. എന്നിട്ട് ഇവിടെ വെച്ച് വീണ്ടും രണ്ടായിട്ട് തിരിയും, ഒരെണ്ണം ലെഫ്റ്റിലോട്ട്, ഒരെണ്ണം റൈറ്റിലോട്ട്. ഇപ്പോൾ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മല പോലെയാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രണ്ടായിട്ട് പോവാം. ഒരെണ്ണം വേണമെങ്കിൽ ഇതുവഴി നേരെ താഴോട്ട് പോവാം. അവിടെ ഒരു ചെറിയ ബമ്പ് പോലെ ഉണ്ട്. ഇവിടെ നേരെ താഴോട്ട് പോവാം. ഇവിടെ ചെറിയൊരു ബമ്പ് പോലെ, ചെറുതാണ്, അധികം വലുതൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടോ, ഇത് കുത്തിറക്കമാണ്, ഇത് കയറാൻ തിരിച്ചിങ്ങോട്ട് കയറി വരാൻ പാടാണ്. ഇവിടെ ഇറങ്ങിയതാ, ഇവിടെ ഒരു ചെറിയ ബമ്പ് പോലെ ഉണ്ട്, ചെറിയ ബമ്പ് പോലെ ഉണ്ട്, കാണാൻ പറ്റാത്ത ചെറിയ ബമ്പ് പോലെ ഉണ്ട്, കണ്ട ചെറിയ ബമ്പ് പോലെ ഉണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടാണ്. കണ്ട ഇത് കയറാൻ പാടാണ്, നല്ല കുത്തുകയറ്റാണ്. പിന്നെ മണ്ണ് അങ്ങ് സ്ലിപ്പായി അങ്ങ് പോവും. ബ്രേക്ക് പിടിച്ചാൽ സ്കിഡ് അടിച്ചങ്ങ് പോവേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് രണ്ടായിട്ട് തിരിഞ്ഞു, നമ്മൾ നേരത്തെ ലെഫ്റ്റിലോട്ട്, ഇനി അടുത്ത് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ രണ്ടായിട്ട് തിരിയും. ഒരെണ്ണം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ആ ബമ്പിലോട്ട് ഇറങ്ങിപ്പോയി. രണ്ടാമത്തത് ഇങ്ങ് താഴോട്ട്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് ടേൺ വരും. ഷാർപ്പ് ടേൺ കഴിഞ്ഞ് നേരെ ആ ബമ്പിലോട്ടങ്ങ് പോകും. പിന്നെ ഇത് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ ഇവിടെ കണ്ട, അവിടെ നിന്ന് വരണ വഴി ആണ് ഇങ്ങോട്ടും അങ്ങോട്ടും പോവാം, ഇവിടെ നിന്ന് വരണവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഇവിടെ ഒരു ചെറിയൊരു ബമ്പുണ്ട്, ഇവിടെ നിന്ന് കയറിയതാ ഒരേ പോയിന്റിലെത്തും. അത് അപ്പുറത്ത് കുറച്ച് ചുറ്റുപോലെയാണ്, അവിടെ കറങ്ങി. അപ്പുറത്ത് ഇവിടെ കയറ്റാൻ പാടില്ല, ഇവിടെ കുറച്ച് കയറ്റമുണ്ട് അത്യാവശ്യം. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രണ്ടായിട്ട് അവിടെ കൂടെ കറങ്ങിയുമ്പോൾ ഇവിടെ കൂടെയും പോവാം. ഇവിടെ കൂടെയാണ് എളുപ്പം, പക്ഷെ ഇതുവഴി വരുന്ന ആൾക്കാർക്ക് ഇതുവഴി കയറിപ്പോകാൻ പാടായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു, അത് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. ആദ്യം നമ്മൾ റൈറ്റിലോട്ട്, ഇനി അടുത്ത് ലെഫ്റ്റിലോട്ടോ. ഇവിടെ ഞാൻ നേരത്തെ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്നേ ഉള്ളൂ. ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്. ഇതുവഴി കറങ്ങിപ്പോ ഇവിടെ നിന്ന് പോയാൽ ഒന്നേൽ ആ ബമ്പ് കയറി അങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം. ഇതുവഴി പോയാലും അങ്ങോട്ട് കയറാം, പക്ഷെ മലയുടെ മണ്ടയിലോട്ട് കയറാൻ പാടായിരിക്കും. ഇവിടെ കൂടെ പോയി ഒന്നേൽ ഇങ്ങോട്ട് കയറാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം. എങ്ങോട്ടെങ്കിലും പോവാം. കുറേ വഴികൾ ഇപ്പം തന്നെ ആദ്യം കുറച്ച് വഴികൾ ഉണ്ടായി. ഇവിടെ തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇവിടെ കൂടെ ഒരു വഴി കയറ്റി, ഇവിടെ കൂടെ ഈ ചെറിയ ഗ്യാപ്പിലൂടെ കയറ്റി, ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടൊരു ചെറിയ വേണ്ട, അതുവഴി കയറ്റി കറങ്ങി അവിടെ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയൊരു വഴി ഉണ്ടാകണം. അപ്പം അതിനുവേണ്ടി ഇവിടെ തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് ഇതുവഴിയൊക്കെ നോട്ടിച്ച് കാണിക്കാം. ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടേ പറ്റൂ, ഫോണും കൊണ്ടു ഓട്ടിക്കാൻ പറ്റൂല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു GoPro ഒക്കെ വാങ്ങി എനിക്ക് കൊണ്ട് ഓട്ടിക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ സൈക്കിൾ ഓടിച്ച് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തോടെ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.